പിന്നീടുള്ള ആവർത്തനവേശമായ ചോദ്യങ്ങൾക്ക് രഘുനാഥ് മൗനം മാത്രം വച്ചു നീട്ടി. ഇരുമുറികളിലും അഭയം തേടിപ്പോയ നിശബ്ദത തിരികെ എത്തി അവിടെയാകെ വ്യാപിച്ചു. ഒന്നും മനസ്സിലാകാതെ കുട്ടികൾ അകമുറിയിൽ ധ്യാനിച്ചിരുന്നു. ആ നേരം കുടുംബ ബന്ധങ്ങളുടെ ഭ്രമണപഥത്തിൽ നിന്നും രണ്ട് ധ്രുവങ്ങളിലേക്ക് തെറിച്ചു പോകപ്പെട്ട വസ്തുക്കൾ പോലെയായി രണ്ടാളുകൾ. അവളിൽ സങ്കടത്തിൻ്റെ ഒരു നദിയൊഴുകി. അവർക്കിടയിൽ പ്രകാശവർഷങ്ങളുടെ അകലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ദിവസങ്ങൾ നീണ്ടു നിരങ്ങിപ്പോയി. പിന്നീട് രംഗനായികി വീട്ടിലേക്ക് വന്നില്ല. വസന്തകാലം മാഞ്ഞു. രഘുനാഥിന് ചികിത്സയ്ക്ക് പോകേണ്ട മറ്റൊരു ദിവസം കൂടി വന്നു. രഘുവിന് എന്താണ് അസുഖം? അറിഞ്ഞവരെല്ലാം ശ്രീപാർവതിയോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഭർത്താവ് അതേപ്പറ്റി വീട്ടിൽ സംസാരിച്ചതേയില്ല. സംസാരിച്ചവരോടൊക്കെ ഒന്നുമില്ലെന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞു. പതിവ് പോലെ ആരെയും വിളിച്ചുണർത്താതെ പുലർച്ചെയുള്ള ഏതോ വണ്ടി കയറി രഘുനാഥ് പോയി. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പകലായിരുന്നു അത് സംഭവിച്ചത്. തൊടിയിൽ കാക്കകളുടെ കലമ്പലില്ല. പക്ഷികൾ ചിന്തകളുടെ കൂടൊഴിഞ്ഞ് പോയിരിക്കുന്നു. ചെടികളിൽ പൂക്കളുടെ മണം വറ്റി വരണ്ടു. മധ്യാഹ്നത്തിന് മുന്നേ പകൽ അല്പം ഇളവയിൽ ബാക്കിയാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ അത് വൈകി ഉണരുന്നവർക്ക് വേണ്ടിയുള്ള കരുതലാകാം. ജനാലകൾ കടന്നു വന്ന ഇളവയിൽ പാദങ്ങളെ സ്പർശിച്ചു. രഘുനാഥിന് വേണ്ടിയുള്ള കരുതി വെക്കുന്ന ഓഹരി പാത്രം കാണാതെ പൂച്ച പടിയിറങ്ങി പോകുന്നത് കണ്ടു. ആ നേരത്ത് ആരോ വാതിലിൽ മുട്ടി. പാദസ്വരക്കിലുക്കം പോലെ എന്തോ കാതിൽ ഉടഞ്ഞല്ലോ. ഇത് വസന്തകാലമല്ല. എന്നിട്ടും കാലം തെറ്റി വന്നേക്കാവുന്ന രംഗനായികയെപ്പറ്റിയുള്ള ആദി ശ്രീപാർവതിയെ വലിഞ്ഞു മുറുക്കിക്കളയുക തന്നെ ചെയ്തു. എന്നാൽ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നു. വരാന്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉപചാരങ്ങളൊന്നുമില്ലാതെ അയാൾ പറഞ്ഞു, രഘു മരിച്ചുപോയി. ഒരടി നിർത്തി അയാൾ തുടർന്നു, ഞാനാണ് ആശുപത്രിയിലെ ആ സ്ഥിരം കൂട്ടിരിപ്പുകാരൻ. ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ ശ്രീപാർവതിക്ക് സങ്കടം തോന്നിയില്ല. മക്കൾ 2 പേരും കരഞ്ഞു. അവരിലെവിടെയോ സങ്കടത്തിൻ്റെ നീരുറവ അവശേഷിച്ചിരുന്നു. എന്നാൽ തനിക്ക് രഘുനാഥ് ഇതിനു മുമ്പേ ഹൃദയത്തിൽ മരിച്ചുപോയിരുന്നു. അത്തരമൊരാളുടെ വീണ്ടും ഒരു മരണം കേവലം ചടങ്ങ് മാത്രമാണ്. രാത്രിയിൽ കെട്ടുപോകുന്ന വിളക്ക് വീണ്ടും സൃഷ്ടിക്കുന്നത് ഇരുട്ട് തന്നെയാണ്. രഘുനാഥ് ഇനിയില്ല. എന്നിട്ടും ആ അസാന്നിധ്യം ഒരിക്കൽ പോലും തന്നിൽ ഒന്നിനെയും ഉലച്ചു കളയാൻ പോലും ത്രാണിയില്ലാത്ത ഒന്നായി തീർന്നു.